Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് യൂനുസിലെ 89-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ فاستقيما ولا تتبعان سبيل الذين لا يعلمون. قال അല്ലാഹു പറഞ്ഞു, ഖദ് തീർച്ചയായും, ഉജീബത്ത് ഉത്തരം നൽകപ്പെട്ടു, ദഅവതുകുമ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഉത്തരം നൽകപ്പെട്ടതായി. ഫസ്തഖീമ ആയതിനാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, രണ്ടുപേരും ഉറച്ചു നിൽക്കുക. വലാ തത്തബിഅനി ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പിൻപറ്റരുത്. സബീലല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവരുടെ, വിവരമില്ലാത്തവരുടെ വഴി എന്നുകൂടെ അർത്ഥം പറയാം. ഖദ് ഉജീബത്ത് അജാബ ഇജാബത്ത് എന്നൊക്കെ ഉണ്ടായ വാക്കാണ് ഉജീബ, ഉത്തരം നൽകപ്പെട്ടു. മുജീബ് ഉത്തരം നൽകുന്നവൻ, അള്ളാഹിൻ്റെ ഒരു പര്യായമാണല്ലോ മുജീബ്. ഖാല അള്ളാഹു പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമ ഉജീബത്ത് എന്നുള്ളതും ദഅവത്ത് എന്നുള്ളതും കൂട്ടി ഒന്നിച്ച് വായിക്കുമ്പോൾ ഉജീബത് ദഅവതുകുമ താഇനെ ദാലിൽ ചേർത്തിട്ട് ഓതുക. ഖദ് ഉജീബത് ദഅവതുകുമ കുമാന നിങ്ങൾ രണ്ടുപേരുടെയും ദഅവത്ത് പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഫസ്തഖീമ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇസ്തിഖാമത്ത് നമ്മൾ കേട്ടിട്ടുള്ള അറിയുന്നൊരു വാക്കാണത്. നിങ്ങൾ രണ്ടുപേരും ഉറച്ചു നിൽക്കുക. വലാ തത്തബിഅനി ഒരിക്കലും രണ്ടുപേരും പിൻപറ്റിപ്പോകരുത്. സബീലല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവരുടെ വഴിയെ. ചില പ്രാർത്ഥനകൾ അത്രയും ആത്മാർത്ഥതയുള്ള സന്ദർഭത്തിലും സാഹചര്യത്തിലും അല്ലാഹു തആല സ്വീകരിക്കും. ഇവിടെ അല്ലാഹു എടുത്തു പറയുക, മൂസാ നബി അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത്, ഉത്തരവാദിത്തമായ ദഅവത്ത് നിർവഹിക്കുക. ഏകദേശം 30 വർഷം പൂർണ്ണമായി. 30 വർഷത്തിലധികമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൽ ഫിറഔനിൻ്റെ സകലമാന ബുദ്ധിമുട്ടിക്കലുകൾക്കും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദഅവത്ത് നിർവഹിച്ചു. നസീഹത്ത് പറഞ്ഞാൽ ഗുണകാംക്ഷ, അവർക്ക് നല്ലത് വരണമെന്നുള്ള നിലക്കുള്ള ഉപദേശങ്ങൾ, താക്കീത് നൽകി. അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിച്ചു. ഇനി ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചതിനെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാമയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിലും രണ്ടുപേരുടേതുമാണ് പ്രാർത്ഥന എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ആർഭാടങ്ങളുമൊക്കെ നശിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തു, സ്വീകരിക്കപ്പെട്ടു കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്. ഇതേമാതിരി അല്ലാഹ് സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹിസ്സലാമയോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ നീ ഫിറഔനിൻ്റെ അടുത്തേക്ക് പോകണം, അവൻ വലിയ ത്വാഗൂത്തായിട്ടുണ്ട്, അന്യായം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. 23 മുതൽക്കുള്ള സൂക്തങ്ങളിലാണത് 24 മുതൽക്കുള്ള സൂക്തങ്ങളിൽ പറഞ്ഞു വരുന്നുണ്ട് സൂറത്തു ത്വാഹ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ അവസാനം വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ നിശ്ചയിച്ചു തരണം. ഹാറൂന അഖി, അതെൻ്റെ സഹോദരൻ ഹാറൂൻ തന്നെയാവണം. ഉസ്ദുദ് ബിഹി അസ്രി, അവനിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ എൻ്റെ ഭാരത്തെ ലഘൂകരിക്കാൻ എനിക്ക് കഴിവ് തരണം എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എനിക്കൊരു ലഘൂകരണം കിട്ടാൻ എൻ്റെ സഹോദരൻ ഹാറൂനെ കൂടി നബിയായിട്ട് നിയോഗിക്കണം അലൈഹിമുസ്സലാം. അല്ലാഹു തആല അതിൻ്റെ അവസാനം പറഞ്ഞു, ഖദ് ഊതീത സുഇലക യാ മൂസ, ഖദ് ഊതീത സുഇലക യാ മൂസ, നിന്റെ ചോദ്യം നൽകപ്പെട്ടു മൂസ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, ഒരു നബിയായിട്ട് നിശ്ചയിച്ചു കൊടുക്കുക. അതേമാതിരി തന്നെയാണ് ഇവിടെ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങളൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മർദ്ദിതരുടെ പ്രാർത്ഥന. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥന ഭയപ്പെടണം. മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഭയപ്പെടണം. ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. കാരണം എന്താണെന്നറിയോ, അവൻ്റെ പ്രാർത്ഥനക്കും അള്ളാഹ്ക്കും ഇടയിൽ മറയില്ല, നേർക്കുനേരെ അള്ളാഹുവിലേക്ക് എത്തും. അതുകൊണ്ട് മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ, അവരുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കാതെ ഇരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ അതാണ്, ഫിർഔനിൻ്റെ മുമ്പിൽ പീഡിതരാണ്, മർദ്ദിതരാണ് മൂസ അലൈഹിസ്സലാമയും ബനൂ ഇസ്രായേൽക്കാരും. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, കൂട്ടി ഓതുമ്പോൾ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഫസ്തഖീമ, ഇസ്തിഖാമ, ഉറച്ചു നിൽക്കുക, നിലപാടിൽ ഉറച്ചു നിൽക്കുക ആണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട്, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിൽ എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, ഇനി ഈ വിഷയത്തിൽ അങ്ങയോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കേണ്ടി വരാത്ത വിധം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കുൽ, താങ്കൾ പറയണം, ആമൻതു ബില്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. സുമ്മസ്തഖീം, പിന്നെ ആ നിലപാടിലാണ്ട് ഉറച്ചേക്കുക, ഏറ്റവും ചുരുങ്ങിയ ഒരു ഉപദേശം. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖീം, അള്ളാഹുവിൽ വിശ്വസിക്കുക, പിന്നെ ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുക, ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക. ഇവിടെ ഇസ്തിഖാമത്ത് രണ്ടുപേരോടും കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. രണ്ടുപേരോടും, മൂസാ നബി അലൈഹിസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാമയോടും കൂടി ഉണർത്താണ്. ഫസ്തഖീമാ, രണ്ടുപേരും നിങ്ങളുടെ നിലപാടിൽ, നിങ്ങളുടെ ആദർശത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ മുന്നോട്ട് നീങ്ങുക, ഉറച്ചു നിൽക്കുക. ഇത് നൂഹ് നബി അലൈഹി സ്വലാമയോടും അല്ലാഹു തആല സമാനമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും വലാ തത്തബിഅനി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിൻപറ്റരുത് എന്നാണ്. വലാ തത്തബിഅ എന്ന് പറഞ്ഞാൽ എന്താ, പിന്തുടരരുത്. തത്തബിഅനി തഅ്കീദ് എന്നാ പറയുക, ഉറപ്പിച്ച് പറയുക, ശക്തിപ്പെടുത്തി പറയുക. അതിനാണ് അവസാനം നൂന് ചേർക്കുന്നത്. തത്തബിഅനി, രണ്ടുപേരും ഒരിക്കലും പിൻപറ്റി പോകരുത്. സബീലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്ത ശാസ്ത്രീയമായോ സാമൂഹ്യമായോ വിവരമില്ലാത്തതല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും
അള്ളാഹുവിൻ്റെ വ്യവസ്ഥയെ സംബന്ധിച്ചും ഒന്നും ഒരു കാഴ്ചപ്പാടുമില്ലാത്ത ആൾക്കാരുടെ നിലപാടിനെ പിൻപറ്റാൻ പാടില്ല. നൂഹ് നബി അലൈഹി സ്വലാമയോട് അള്ളാഹു പറഞ്ഞു, സൂറത്ത് ഹൂദിൽ നമ്മളത് വരും, വസ്നഇൽ ഫുൽക ബി അഅ്യുനിനാ വ വഹയ്യിന, നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കൺമുമ്പിൽ വെച്ച് നീ ഒരു കപ്പൽ നിർമ്മിക്കണം. വലാ തുഖാത്തിബിനി ഫില്ലദീന വലമു, അക്രമികളുടെ വിഷയത്തിൽ എന്നോട് ഇനി സംസാരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കപ്പെടുന്നവരാണ്, മുക്കിക്കൊല്ലപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞിട്ടുണ്ട്, ഫസ്തഖിം കമാ ഉമിർത, താങ്കളോട് കൽപ്പിക്കപ്പെട്ട എന്താണോ അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കണം. ഇവിടെ അതെന്നെ പറഞ്ഞു, ഫസ്തഖീമാ, നിങ്ങൾ രണ്ടുപേരും ഉറച്ചു നിൽക്കുക. വലാ തത്തബിഅന്നി, രണ്ടുപേരും പിൻപറ്റാൻ പാടില്ല. സബീലല്ലദീന ലാ യഅലമൂൻ, അപ്പോൾ ഈ സബീലല്ലദീന ലാ യഅലമൂൻ പിന്തുടരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തിനെയാണ് പിന്തുടരുന്നത് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം, നല്ല ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും പിൻപറ്റുന്നതും ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ എന്നൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനാണ് നമുക്ക് കണ്ണും കാതും ബുദ്ധിയും ചിന്തയും വർത്തമാനം പറയാനുള്ള കഴിവും ഒക്കെ തന്ന അല്ലാഹു തആല അനുഗ്രഹിച്ചു. ഒരുപാട് പറയേണ്ടതില്ല, ഞാൻ ചുരുക്കണമെന്നിവിടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഖാല, അള്ളാഹു പ്രതികരിച്ചു, അല്ലെങ്കിൽ അള്ളാഹു ഉത്തരം പറഞ്ഞു. ഖദ് ഉജീബത്, ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ദഅവതുക്കുമ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഉത്തരം നൽകപ്പെട്ടതായിരിക്കുന്നു, ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥനക്ക്. ഫസ്തഖീമ, അതുകൊണ്ട് അപ്പോൾ ആയതിനാൽ നിങ്ങൾ രണ്ടുപേരും ഉറച്ചു നിൽക്കുക. ഇസ്തിഖാമത്ത് എന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുക, ആ നിലപാടിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുക, പിന്മാറിപ്പോകരുത്. വലാ തത്തബിഅന്നി, നിങ്ങൾ രണ്ടുപേരും പിൻപറ്റാൻ പാടില്ല, പിൻപറ്റരുത്. സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ വഴിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവൻ്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തുള്ള ഉറച്ചു നിൽക്കുന്ന, വിവരദോഷികളുടെ പിന്നാലെ പോകാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ മാർഗം സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, നല്ലവരിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, എന്നും നിൻ്റെ നേർമാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുമാറാകണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.